ഹലോ, ഞാൻ ഇന്ന് കാണിക്കാൻ വന്നിരിക്കുന്നത് ഒരു മീൻ കറി ഉണ്ടാക്കണം. ഏരി മീനാണ്. കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. സവാള, ഒരു അര സവാള, ഒരു തക്കാളി, ഒരു 4 പച്ചമുളക്, ഇച്ചിരി വേപ്പില, കുറച്ച് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ അത് വറുക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സവാള ഇട്ട് വഴറ്റി, പച്ചമുളകും ഇട്ട്, പിന്നെ ആ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ചതച്ച് വെച്ചിട്ടില്ലേ, അതും ഇട്ട് വഴറ്റി വഴറ്റിയതിന് ശേഷം വഴറ്റിയതിന് ശേഷം തക്കാളിയും ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാശ്മീരി, ഒരു 2 സ്പൂൺ കാശ്മീരി, ടേബിൾ സ്പൂണിന് കാശ്മീരി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വേറെ ഒന്നും എടുത്തിട്ടില്ല. പുളിവെള്ളം, തേങ്ങാപ്പാൽ നമ്മളൊരു ചെറിയ പീസ് അടിച്ചിട്ട് അതിൻ്റെ ഫുൾ പാലപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം, 2 പാൽ അങ്ങനെയൊന്നുമില്ല, അതെടുത്ത് അതും ഒന്ന് തിളച്ചതിന് ശേഷം ഈ മീനൊക്കെ വൃത്തിയാക്കി വെച്ചത് പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് ഇട്ട് നന്നായിട്ട് തിളക്കണം. നന്നായിട്ട് തിളച്ച് പുളിവെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് വെന്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മാക്സിമം, ഒരു 10 മിനിറ്റ് കൂടുതലൊന്നും വേഗണ്ട. മീനിനകത്ത് അത്ര ഭയങ്കര വേവൊന്നുമില്ല. നമുക്കറിയാമല്ലോ, തേങ്ങാപ്പാലിടാം, അതനുസരിച്ച് അങ്ങ് വേവിച്ചാൽ മതി. എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ, എൻ്റെ ഫ്രണ്ട്സൊക്കെ. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ പലതരത്തിൽ, എല്ലാവർക്കും ഓരോ ടൈപ്പ് ആണല്ലോ ഉണ്ടാക്കുന്നത്. ചിലർ മുളകിട്ട് വെക്കും, ചിലർ പാല് പിഴിഞ്ഞ് വെക്കും, ചിലർ തേങ്ങ അരച്ച് വെക്കും, ചിലവർ പുള്ളിക്കും, അങ്ങനെ പലതരത്തിൽ വെക്കുന്നുണ്ടല്ലോ. ഞാൻ ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇവിടെ ഈ പിള്ളേർക്കൊക്കെ എരിവ് അധികം പറ്റില്ല. ഞാനതിൽ വേപ്പിലയും കൂടി ഇട്ടു. എന്നിട്ട് ഒന്ന് താളിച്ച് വെക്കണം. താളിക്കണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 2 ഉള്ളിയും കുറച്ച് വേപ്പിലയും കൂടി ഒന്ന് നന്നായിട്ട് മൊരിച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.